നമസ്കാരം, വറ്റുംവെള്ളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള റെസിപ്പി നാനിൻ്റെയാണ്. ഇത് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് മൈദേനെ കൊണ്ടാണ്. ഇത് നമുക്ക് ആട്ടേനെ കൊണ്ടും ആട്ടയും മൈദയും മിക്സ് ചെയ്തിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് 1 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിക്കുക. ഇളം ചൂടുള്ള പാൽ വേണം, അധികം ചൂടുണ്ടാകാറ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് റൂം ടെമ്പറേച്ചറിലുള്ള തൈര്. പിന്നെ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഈ പഞ്ചസാര ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളെടുക്കുക. അതിൽ ഒരു 3 കപ്പ് മൈദ എടുക്കുക. 3 കപ്പ് മൈദ എടുത്തിട്ട് ഒന്ന് അരിച്ചിട്ടിടണം. എൻ്റെ അടുത്ത് ചെറിയ അരിപ്പിയാന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇത് അരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരുമിച്ചിട്ടിട്ട് അരിക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഈ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് അരിക്കുന്ന സമയത്ത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഒന്ന് ഇത് അരിച്ചെടുക്കുക. ഇനി ഇത് നല്ലോണം ഒരു സ്പൂൺ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് നടുവിൽ ചെറിയൊരു കുഴി പോലെ ആക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലും തൈരും കൂടിയിട്ടുള്ള അത് ലിക്വിഡിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ഇതിൻ്റെ അകത്ത് കുറച്ചായിട്ട് ഒഴിക്കണം. ഒരു 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ മൈദയും ഈ മിക്സ്ചറും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ അത് കയ്യിനെ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. മൈദ ആയതുകൊണ്ട് കൈക്ക് ഒട്ടിപ്പിടിക്കും ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൈക്ക് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് കുഴക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന പോലെ കുഴക്കണം. ഈ സൈഡിൽ നിന്ന് എടുത്തിട്ട് നടുവിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ആ ഒരു ടെക്സ്ചറിൽ ഇതിനെ കുഴക്കണം. എന്നാലും മാത്രമേ അതിൻ്റെ ഒരു ഉള്ളിലുള്ള കംപ്ലീറ്റ് ഒന്ന് മിക്സായി വരും. നമ്മൾ പൊറോട്ടക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ അതേപോലെ നല്ലോണം കുഴച്ചെടുത്തിട്ട് ഒരു 20-25 മിനിറ്റോളം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ബോൾ ഉണ്ടാക്കണം. കൈക്ക് ഒട്ടുന്നുണ്ട് കുറച്ച് മൈദപ്പൊടി കൈമ ചേർത്തിട്ട് ആ ബോൾ എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ ഉള്ളിലേക്ക് ആക്കി അടുക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് ഇല്ലാണ്ടാക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എയർ ബബിൾസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടി അതിൻ്റെ മുകളിലാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതിന് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്കും ഇത് പരത്താം. ഇത് റൗണ്ടിലായിട്ട് തന്നെ കിട്ടണമെന്നില്ല. നോർമലായിട്ട് ഞാനൊരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാവുക. ഞാനിതിപ്പോൾ റൗണ്ടിലാണ് പരത്തിയെടുക്കുന്നത്. നമ്മുടെ തവ റൗണ്ടിലായതുകൊണ്ട് ഞാനൊരു റൗണ്ടിലാണ് പരത്തിയെടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം റൗണ്ടിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്ക്, വെളുത്തുള്ളി ചെറുങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിന്, അത് കുറച്ച് ചേർക്കുക അതിൻ്റെ മേലെ. അതേപോലെ കുറച്ച് മല്ലിയില, കൊത്തമല്ലീൻ്റെ ഇല, കൊറിയാണ്ടർ ലീവ്സ് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നും കൂടി
പരത്തിയെടുക്കണം. ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് ഈ സൈഡിൽ നമുക്ക് കുറച്ച് വെള്ളം കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ ഒന്ന് നല്ലോണം തേച്ച് കൊടുക്കുക, നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കുക. നാൻ ചുടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ തവ വേണം, നോൺ സ്റ്റിക്ക് എടുക്കാൻ പറ്റില്ല. നോൺ സ്റ്റിക്കിൻ്റെ അത് പറ്റില്ല, ഇത് നമുക്ക് പറ്റിച്ചെടുക്കേണ്ടത്. അതുപോലെ ഇരുമ്പിൻ്റെ തവ ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ അധികം ചൂടാണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ നാൻ ഇട്ട് കൊടുക്കുക, പരത്തി വെച്ചത്. എന്നിട്ട് 1 മിനിറ്റോളം അതിനെ ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഇങ്ങനെ പൊന്തിയിട്ട് ബബിൾസ് വരും. അതിനുശേഷം ഇതിനെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തവയോട് കൂടിയിട്ട് ആ ഫ്ലെയിമിൻ്റെ മുകളിൽ കാണിക്കുക. അപ്പം വെന്ത് വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ച് സമയം ഇതേപോലെ ഇങ്ങനെ കാണിക്കുക. ഇപ്പോൾ ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടോട് കൂടി അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടറോ നെയ്യോ അങ്ങനെ ഒലീവ് ഓയിലോ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് അതിൻ്റെ മുകളിൽ തടവി കൊടുക്കുക. ആ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഈ ഞാനെടുത്ത 3 കപ്പ് മൈദ ഉപയോഗിച്ചിട്ട് നമുക്കൊരു 8-9 നാൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതതിൻ്റെ കണക്ക്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, വളരെ സോഫ്റ്റായിട്ടുള്ള നാനാണിത്. ഈ ഗാർലിക്കിന് പകരം നിങ്ങൾക്ക് വേറെ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം, ജീരകവും അല്ലെങ്കിൽ മറ്റുള്ള എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. അതിനകത്ത് കണ്ട ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളതാണ്. അതേപോലെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നതാണ്. ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാം.